ഡിയർ സ്റ്റുഡൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ആദ്യ മോഡ്യൂളിലെ ആദ്യ ചാപ്റ്ററായ ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ബേസിക് ടെർമിനോളജികളായ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, പവർ ആൻഡ് എനർജി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. അതിനുശേഷം ഡി സി സർക്യൂട്ട്സിനെ കുറിച്ച് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഓവർവ്യൂ, അതിനുശേഷം എന്താണ് ഓംസ് ലോ എന്നുള്ളത് നോക്കും. സീരീസ് പാരലൽ കണക്ഷൻസ്, റെസിസ്റ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കും. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിനെക്കുറിച്ച് നമ്മൾ നോക്കും. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അതെന്താണെന്നുള്ളത് നമ്മൾ നോക്കും. ഈ കാര്യങ്ങളാണ് ഇലക്ട്രിക് സർക്യൂട്ട്സിൽ പ്രധാനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ഈ മൂന്ന് ടെർമിനോളജികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. Voltage is defined as the force or the pressure that is applied to a conductor to free electrons, which causes current to flow through a circuit. അതായത് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കുന്നതിന് വേണ്ടി നൽകപ്പെടുന്ന പ്രഷറിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പൈപ്പിൽ വെള്ളം ഒഴുകുന്നു എന്ന് വിചാരിക്കുക. ആ വെള്ളം ഒഴുകണമെങ്കിൽ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് വേണം. ഒരു പ്രഷർ കൂടിയ ഭാഗവും ഒരു പ്രഷർ കുറഞ്ഞ ഭാഗവും വേണം. ആ പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മളിവിടെ വോൾട്ടേജ്, ഇലക്ട്രിക്കലിൽ വോൾട്ടേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്, വി എന്നാണ് അത് എഴുതപ്പെടുന്നത്. അടുത്തതായിട്ടുള്ളത് കറണ്ടാണ്. കറണ്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സെയിം ഡയറക്ഷൻ എന്നുള്ളതാണ് ഇൻ എ സർക്യൂട്ട്. അതിൻ്റെ യൂണിറ്റ് ആംബിയേഴ്സ് ആണ്. അത് എ ഓർ ഐ എന്നുള്ള നൊട്ടേഷൻസ് വെച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയും നമ്മൾ വെള്ളം ഒഴുകുന്ന ഒരു പൈപ്പിനെ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ പൈപ്പിൻ്റെ സൈസ് കൂടിയാൽ നമുക്ക് കൂടുതൽ വെള്ളം ഇതിലൂടെ ഒഴുകി വരും എന്ന് പറഞ്ഞതുപോലെ, കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫ്ലോ ഉള്ള ഒരു കണ്ടക്ടറിൻ്റെ സൈസ് കൂട്ടിയാൽ, ഏരിയ കൂട്ടിയാൽ അതിലൂടെ കൂടുതൽ കറണ്ട് ഒഴുകും. അത് ആണ് ഇവിടെ ഈ വെള്ളം ഒഴുകുന്ന ഒരു പൈപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കറണ്ടിനെ നമുക്ക് ആ രീതിയിലാണ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. അടുത്തതായിട്ട് എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദ ഇലക്ട്രോൺ ഫ്ലോ ഇൻ എ സർക്യൂട്ട് ഈസ് കോൾഡ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഓംസ് ആണ്. ആർ, ക്യാപിറ്റൽ ആർ, ഓർ അതിൻ്റെ സിമ്പലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു വെള്ളം ഒഴുകുന്ന പൈപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, പൈപ്പിൽ കുറേ മണ്ണ് അല്ലെങ്കിൽ മണൽ കിടപ്പുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്നുള്ളതുപോലെ തന്നെയാണ് ഒരു സർക്യൂട്ടിൽ, ഒരു കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോയും ഇതേ രീതിയിലായിരിക്കും. അടുത്തതായിട്ട് പവർ, എനർജി. എന്താണ് പവർ എന്നുള്ളതാണ് നോക്കുന്നത്. പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ഓർ പ്രഷർ ദാറ്റ് ഈസ് അപ്ലൈഡ് ടു ദ കണ്ടക്ടർ ടു ഫ്രീ ദ ഇലക്ട്രോൺസ് ആൻഡ് ദ ഇലക്ട്രോൺ ഫ്ലോ ഇൻ ദ കണ്ടക്ടർ. അതായത് പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ളതാണ്. പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പോൾ അത് തന്നെയാണ് ഇക്വേഷനിലും ഈ ഡെഫിനേഷനിലും നമ്മൾ പറഞ്ഞത്. അതായത് പവർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ അപ്ലൈഡ് ടു ഫ്രീ ദ ഇലക്ട്രോൺസ് ആൻഡ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ഓർ കിലോ വാട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം ഒഴുകുന്ന ഒരു പൈപ്പുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തിയാൽ, ഇത് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിസിക്കൽ തിങ് ആയിട്ടുള്ളത് വെള്ളം ഒഴുകുന്നതാണ്. അതുകൊണ്ടാണ് അതുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ പവർ ഈസ് ലൈക്ക് ദ ഫ്ലോ റേറ്റ് ഓഫ് ദ വാട്ടർ. എത്ര പ്രഷർ കൂടുന്നോ അതനുസരിച്ച് കൂടുതൽ ഫ്ലോ ഉണ്ടാവും. എത്ര വലിപ്പം കൂടുന്നോ അതനുസരിച്ചും ഫ്ലോ റേറ്റ് കൂടും. അപ്പം പവർ, വോൾട്ടേജും കറണ്ടും കൂടുന്നതനുസരിച്ച് പവറും കൂടും എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് എനർജി എന്താണെന്ന് നോക്കാം. എനർജി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പവർ ആൻഡ് ടൈം. പവർ ആൻഡ് ടൈം, അതായത് എത്ര സമയത്തേക്ക് ഈ പവറിനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എനർജി. അതിൻ്റെ യൂണിറ്റ് വാട്ട് അവർ ഓർ കിലോ വാട്ട് അവർ ആണ്. അതിൻ്റെ വെള്ളത്തിലേക്ക്
വെള്ളത്തിൻ്റെ ഇൻ ടേംസ് ഓഫ് വാട്ടർ ഫ്ലോ അതിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് എൻസ് അപ്പ് ഇൻ ദ ബക്കറ്റ്. എത്ര വെള്ളം ഈ ബക്കറ്റിൽ ശേഖരിക്കപ്പെട്ടു എന്നുള്ളതാണ് എനർജി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് ഈ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, പവർ, എനർജി എന്നീ കാര്യങ്ങളുടെ ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കിക്കഴിയുമ്പോൾ വോൾട്ടേജ് വി എന്നുള്ളതാണ് നൊട്ടേഷൻ, ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അതായത് കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഓർ ദ കണ്ടക്ടർ. അടുത്തതായിട്ട് ഈ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് കറണ്ട് ഐയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ളതാണ് എൻ്റെ ഇക്വേഷൻ. ഇലക്ട്രിക് പവർ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ഓർ വി ഇൻറ്റു ഐ. നമ്മൾ വി ഇൻറ്റു ഐ ആണ് പറഞ്ഞത്. പ്രഷർ ഇൻറ്റു ഫ്ലോ, ഇലക്ട്രോൺ ഫ്ലോ വി ഇൻറ്റു ഐ എന്നാണ് പറഞ്ഞത്. അതിനെ നമ്മൾ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ളത് ഈ വിയുടെ സ്ഥാനത്ത് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അത് ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? ഐ സ്ക്വയർഡ് ആർ എന്ന് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അടുത്തതായിട്ട് എനർജി പി ഇൻറ്റു ടി, വേർ ടി ഈസ് ദ ടൈം ഇൻ സെക്കൻഡ്സ്. അതായത് നമ്മളിവിടെ കിട്ടിയ പിയെ എത്ര ടൈമിലേക്ക് ആ പി പവർ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നോക്കുവാണ്. അത് സോ ദാറ്റ് പി ഈസ് ഇൻറ്റു ടി ഈസ് ദ എനർജി കൺസ്യൂംഡ്. അടുത്ത് നമ്മളൊരു ജനറലായ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. വൈ ഡു വയേഴ്സ് ഹീറ്റ് അപ്പ് വെൻ ദർ ഈസ് ടു മച്ച് കറണ്ട്? കൂടുതൽ കറണ്ട് ഫ്ലോ വരുമ്പോൾ എന്തുകൊണ്ടാണ് വയറുകൾ ചൂടാകുന്നത്? നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ വയറുകൾ കരിഞ്ഞു പോകാറുണ്ട്. അത് കൂടുതൽ കറണ്ട് ഒഴുകിയതുകൊണ്ടാണെന്നാണ് നമ്മൾ പൊതുവേ കേൾക്കുന്നത്. എന്തുകൊണ്ട്? അപ്പോൾ ഇതിവിടെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളാണ്. നമുക്കറിയാം കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഫ്ലോ തന്നെയാണ്. ആ ഇലക്ട്രോൺസ് ഒഴുകുന്നു. ആ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അത് ആ ഒഴുകുന്ന വഴിയിലുള്ള മറ്റ് ആറ്റങ്ങളുമായിട്ട് കൂട്ടിയിടിക്കുന്നു. അപ്പോൾ കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായി? കൂടുതൽ ഇലക്ട്രോൺ ഫ്ലോ ആയി. കൂടുതൽ ഇലക്ട്രോൺ ഫ്ലോ ആകുമ്പോൾ ആ ഇലക്ട്രോൺസ് ആറ്റങ്ങളുമായിട്ട് ഇടിക്കുന്നു. ഈ ആറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആറ്റങ്ങൾക്കുള്ള കൈനറ്റിക് എനർജി കൂടുന്നു. അങ്ങനെ ആ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ കൈനറ്റിക് എനർജി ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ആ ഹീറ്റാണ് നമ്മൾ വയറ് ചൂടാകുന്നതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുന്നത്. അങ്ങനെയാണ് കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുമ്പോൾ കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടായി, കൂടുതൽ ഹീറ്റ് ഉണ്ടായി, വയറുകൾ കരിഞ്ഞു പോകുന്നതിന് കാരണമായി തീരുന്നത്. അടുത്തത് ഡി സി സർക്യൂട്ട്സ് ആണ്. ഒരു ഡി സി സർക്യൂട്ടിൻ്റെ ഡയഗ്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററി ഒരു ഡി സി സോഴ്സ് ആണ്. അതിനൊരു സ്വിച്ച് ഉണ്ട്, ഒരു ലോഡ് ഉണ്ട്. എന്താണ് ലോഡ്? ഏത് എക്യുപ്മെൻ്റ് ആണോ ഈ ഡി സിയെ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എ സിയെ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്, അതിനെയാണ് ലോഡ് എന്ന് പറയുന്നത്. ഒരു ബൾബാകാം, ഒരു വാഷിംഗ് മെഷീൻ ആകാം, അല്ലെങ്കിൽ ഒരു ടേപ്പ് റെക്കോർഡർ ആകാം, ടി വി ആകാം, എന്തുമാകാം. ഇതെല്ലാം ലോഡുകളാണ്. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ ലോഡുമായിട്ട് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു വോൾട്ട് മീറ്റർ ലോഡുമായിട്ട് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ സർക്യൂട്ടിലോട് കറണ്ടിനെ അളക്കാൻ ഉപയോഗിക്കുന്ന അമ്മീറ്റർ ലോഡുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് സീരീസ്, എന്താണ് പാരലൽ എന്നുള്ളത് നമ്മൾ പഠിക്കും. നോക്കുക, വോൾട്ട് മീറ്റർ ലോഡുമായിട്ട് പാരലലായിട്ടും വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് ഈ സർക്യൂട്ടിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്നുള്ളത് അളക്കാനാണ്. അമ്മീറ്റർ ഉപയോഗിക്കുന്നത് എത്ര കറണ്ട് ഉണ്ടെന്ന് അളക്കാനാണ്. അതിൻ്റെ ഒരു നോർമൽ ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് കറണ്ട് ഒഴുകുന്നു. റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോഡ്. എല്ലാ ലോഡുകളും, നമ്മൾ കാണുന്ന ബൾബുകൾ, ടി വി, ഫ്രിഡ്ജ്, എ സി, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ കരുതുന്നത് എല്ലാം റെസിസ്റ്റൻസുകളായിട്ടാണ്. കാരണം ഇതിലൂടെ എല്ലാം കറണ്ട് ഒഴുകുമ്പോൾ കറണ്ടിനെ അതിൻ്റെ ഫ്ലോയെ അത് എതിർക്കുന്നു. നേരെ അത് ഈ ഒരു സർക്യൂട്ട് നേരെ വരുന്ന സോഴ്സിലേക്കാണ്. ഈ സോഴ്സിൽ നിന്നാണ് കറണ്ട് റെസിസ്റ്റൻസ് വഴി ഒഴുകുന്നത്. അത് അടുത്തായിട്ട് എ സി ആൻഡ് ഡി സി. എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും എന്താണ് ഡയറക്റ്റ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഡി സി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരു പൈപ്പിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെയുള്ള നേരെയുള്ള ഒഴുക്കത്തിന്, ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകുന്ന ഒരു രീതിയാണ് ഇവിടെ കറണ്ട് ഫ്ലോയ്ക്കുള്ളത്, ഡയറക്റ്റ് കറണ്ട്. ഇറ്റ് ഈസ് ദ ഡി സി ഈസ് ഫ്ലോയിങ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി എന്താണ്? അതിന് രണ്ട് ഡയറക്ഷനിലേക്കുള്ള ഫ്ലോ ഉണ്ട്. ആദ്യം അത് വലത്തേക്കും പിന്നീട് അത് ഇടത്തേക്കും പെട്ടെന്ന് മാറ്റും. ഓൾട്ടർനേറ്റ് ചെയ്യുകയാണ്. ഡയറക്റ്റ് കറണ്ടിൻ്റെ ഒരു
ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സൈഡിൽ ഇത് താഴെ ഈ ലൈന് ടൈമിനെ വെച്ച് ഈ ലൈൻ എക്സ് ആക്സിസ് എടുത്തേക്കുവാണെങ്കിൽ എക്സ് ആക്സിസിന്റെ മുകളിലായിട്ട് പോസിറ്റീവ് സൈഡിലാണ് ഒരു ഡി സിയുടെ ഒരു ഗ്രാഫ് വരുന്നത്. അതേസമയം ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്ഷൻസ് ഉണ്ട്, ടൈമിൻ്റെ ഒരു എക്സ് ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിന് ഒരു സമയത്ത് കറണ്ട് മുകളിലേക്ക് പോകുന്നു, പിന്നെ അത് താഴത്തേക്ക് വന്ന് നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നു, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് പോസിറ്റീവിൽ വലത്തേക്കും നെഗറ്റീവിൽ അത് ഇടത്തേക്കുമാണ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് ഓംസ് ലോ? ഓംസ് ലോ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓംസ് ലോ എന്ന് പറയുന്നത് ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് പറഞ്ഞേക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരു കാര്യം കൂടി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ടെമ്പറേച്ചർ ഷുഡ് ബി റിമെയിൻ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. when the temperature remains constant, current passing through a given conductor is directly proportional to the voltage applied across the conductor എന്നും പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് നൊട്ടേഷൻസ് വഴി നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to V by R, or we can write R is equal to V by I എന്നും നമുക്കിതിനെ പറയാം. Where I is the current in the circuit, V is the voltage in the circuit, and R is the resistance offered by the conductor. ഇത് ഓംസ് ലോ ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുവാണ്. ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ മൂന്ന് കാര്യങ്ങളും, അതായത് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു കാർട്ടൂണാണിത്. ഇവിടെ ഒരു കണ്ടക്ടറിന്റെ ഡയമീറ്റർ ഇതായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കണ്ടക്ടറിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ ഡയമീറ്റർ കുറയുന്നു. എങ്ങനെ? റെസിസ്റ്റൻസ് വരുന്നു. ഇവിടെ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് ഈ കറണ്ട് ഫ്ലോ വളരെ പ്രയാസപ്പെട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷെ അതിനെ അങ്ങോട്ട് തള്ളി വിടുന്നത് ആരാണ്? ഈ പ്രഷറാണ്, അഥവാ ഈ വോൾട്ടേജ് ആണ്. അപ്പോൾ കറണ്ട് ഫ്ലോയെ എതിർക്കുന്നയാളാണ് റെസിസ്റ്റൻസ്, കറണ്ട് ഫ്ലോയെ അനുകൂലിക്കുന്നയാളാണ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് വോൾട്ടേജ്. അതുകൊണ്ടാണ് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്, ബട്ട് കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അടുത്തതായിട്ട് ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. റെസിസ്റ്റൻസ്, ബൾബ്, I is the flow of electrons, V is the voltage which is coming from the battery. അടുത്തതായിട്ട് വീണ്ടും ഓംസ് ലോയുടെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. വോൾട്ടേജ് കറണ്ട് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, V is equal to I into R. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വാട്ടർ സർക്യൂട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. ഈ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ബാറ്ററിയാണ് അതിൻ്റെ സോഴ്സ്. ഇവിടുന്ന് വോൾട്ടേജ് ഒഴുകുന്നു, വോൾട്ടേജ് നൽകപ്പെടുന്നു, വോൾട്ടേജ് ഈ കറണ്ട് ഒഴുകപ്പെടുന്നു, ബൾബ് തെളിയുന്നു, ബാറ്ററിയിലേക്ക് കറണ്ട് തിരിച്ചു വരുന്നു. ബൾബാണ് ഇവിടെ ഇലക്ട്രിസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പമ്പുണ്ട്. ഈ പമ്പ് വെള്ളത്തിനെ പമ്പ് ചെയ്ത് ഈ പൈപ്പിലൂടെ വിടുന്നു. ഇവിടെ ഒരു സാൻഡ് കുറേ ഉണ്ട്. ഈ സാൻഡ് കാരണം എന്ത് പറ്റുന്നു? ഈ വെള്ളത്തിന്റെ ഫ്ലോ തടസ്സപ്പെടുന്നു. അത് തന്നെയാണ് ഈ സാൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ലൈറ്റ് ബൾബായിട്ട് വരുന്നത്. ഇവിടെ ടാപ്പായിട്ട് അല്ലെങ്കിൽ വാൽവായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വോൾട്ടേജ് ആണ്. ഈ പമ്പാണ് ബാറ്ററി. പമ്പാണ് ഇതിനെ പമ്പ് ചെയ്ത് വിടുന്നത്. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോഴ്സ്, കറണ്ട് ഒഴുകുന്നു റെസിസ്റ്റൻസിലേക്ക്. അടുത്തതായിട്ട് സീരീസ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. എങ്ങനെയാണ് റെസിസ്റ്റർ എന്ന് ഇവിടെ നിന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു ബൾബാകാം, ഒരു TV ആകാം, മിക്സി ആകാം, എന്തുമാകാം. അതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്? സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലോഡ്സ്, ഇഫ് ദ ലോഡ്സ് ആർ കണക്റ്റഡ് ടു ഫോം എ സിംഗിൾ പാത്ത് വേ ഫോർ ഇലക്ട്രിക് ചാർജസ് ടു പാസ്. ഒരേപോലെ നമ്മളിപ്പോൾ ഒരാളുടെ ഇടത് കൈ മറ്റൊരാളുടെ വലത് കൈയിൽ പിടിക്കുന്നു, അടുത്തയാൾ അതിൻ്റെ ഇടത് കൈ അടുത്തയാളുടെ വലത് കൈ പിടിക്കുന്നു. അങ്ങനെ ഒരു മതിൽ പോലെ നിന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സീരീസ് സർക്യൂട്ട് എന്ന് നമ്മളൊക്കെ അതിനെ വിളിക്കാം. അതേസമയം പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് അതുപോലെയല്ല. പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ സർക്യൂട്ട് ഈസ് ദ
when the loads are connected to form branches, each of which provides a separate path for current. ഒരേ പാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടുന്ന് കറണ്ട് കയറി കഴിഞ്ഞാൽ R1-ൽ കൂടി ചലിച്ചതിന് പുറത്തേക്ക് പോവാം, ഓർ R2-വിൽ കൂടി ചലിച്ചും അതിന് പുറത്തേക്ക് പോവാം. ഏതെങ്കിലും ഒരെണ്ണത്തിലൂടെ ചലിച്ച് പോവാം, അല്ലെങ്കിൽ രണ്ടിലൂടെയും കയറി പോവാം ഔട്ടിലേക്ക്. എന്നാൽ ഇവിടെയോ R1-ൽ കയറിയാൽ മാത്രമേ അത് R2-വിലേക്ക് എത്തുള്ളൂ. അതാണ് നമ്മൾ നമ്മുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണുന്ന സീരീസ് ബൾബുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ക്രിസ്മസിനും ഒക്കെ നമ്മൾ തെളിക്കുന്ന സീരീസ് ബൾബുകൾ, ചെറിയ ചെറിയ ബൾബുകൾ നിങ്ങൾ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കൊക്കെ തെളിക്കുന്ന സീരീസ് ബൾബുകൾ നിങ്ങളുണ്ട്. ഇതെല്ലാം സീരീസ് സർക്യൂട്ട് വഴിയാണ് കണക്ട് ചെയ്യപ്പെട്ടുള്ളത്. ഏതെങ്കിലും ഒരു ബൾബിനൊരു മോശം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബൾബുകൾക്കും അത് എഫക്റ്റ് ചെയ്യും. സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കലായിട്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇവിടെ R1 R2 ഇത് രണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? R1 പ്ലസ് R2. എഫക്റ്റീവ് റെസിസ്റ്റൻസ് മൊത്തത്തിൽ ആ സർക്യൂട്ടിലെ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 10 ഓം റെസിസ്റ്റൻസും 35 ഓം റെസിസ്റ്റൻസും കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 പ്ലസ് 35 45 ഓം ആണ്. പാരലലിൽ വന്നു കഴിയുമ്പോൾ നേരെ വേറൊരു രീതിയിലാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പാരലൽ സർക്യൂട്ടുകൾ R1 പ്ലസ് R2 അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R ഇക്വലൻറ്റ്, R ഇക്വലൻറ്റ് എന്നുള്ളതാണ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അപ്പം ഈക്വലൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ഈ R1 പ്ലസ് R2 പ്ലസ് R3 എങ്ങനെ പാരലായിട്ട് പല റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുമ്പോൾ ഈക്വൽ ടു R ഇൻവേഴ്സ് 1 പ്ലസ് R2 ഇൻവേഴ്സ് 1 ടോട്ടൽ ഇൻവേഴ്സ് ആണ് എടുക്കേണ്ടത്. നോക്കുമ്പോൾ അറിയാം 1/R ഇക്വലൻ്റ് ഈക്വൽ ടു 1/5 പ്ലസ് 1/10. ഈ രീതിയിലാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേ ആണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള 2 നിയമങ്ങൾ കണ്ടുപിടിച്ചതും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന എല്ലാ ഇലക്ട്രിക് സോഴ്സുകളും, അതായത് DC AC ജനറേറ്ററുകൾ, ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ സർക്യൂട്ട് ചേഞ്ചസ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് എന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ലൈനുകൾക്കിടയിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്താൽ ആ കണ്ടക്ടർ ആ മാഗ്നറ്റിക് ഫ്ലക്സുകളെ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോ. അതായത് എങ്ങനെയാണ് ഒരു കണ്ടക്ടറിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലോയിലൂടെ പറഞ്ഞത്. വെനെവർ എ കണ്ടക്ടർ കട്ട്സ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ലോ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ EMF ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. ആദ്യം കറണ്ട് കണ്ടക്ടറിൽ ഉണ്ടായി, എത്രത്തോളം കറണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തെ ലോയിൽ പറയുന്നത്. എങ്ങനെയാണത്? എത്രത്തോളം കറണ്ട് ഉണ്ടാവും? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF, ആ ഇൻഡ്യൂസ്ഡ് ആയ EMFൻ്റെ അളവ് എന്തോരുമാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. എത്രത്തോളം ഫ്ലക്സ് ലിങ്കേജുകൾ കട്ട് ചെയ്യപ്പെട്ടു ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ ലോ പറയുന്നത്. ഇതിനെ ഒന്നോടെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഒരു നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അതല്ലെങ്കിൽ കാന്തിക
നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? ഇലക്ട്രോ മാഗ്നറ്റിക് ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. ഒരു നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ ലൈൻസിനെ എപ്പോഴെങ്കിലും ഒരു കണ്ടക്ടർ കട്ട് ചെയ്താൽ, ഈ കണ്ടക്ടർ കട്ട് ചെയ്താൽ എന്തു പറ്റും? ആ സമയത്ത് ഈ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു എത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF ആണ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N52 മൈനസ് N51 ഡിവൈഡ് ബൈ T വോൾട്ട്സ്. ഇത്രയും EMF ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്താണ് N, എന്താണ് 51, എന്താണ് 52, എന്താണ് T എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ. അതായത് നമ്മളെല്ലാവരും തന്നെ ഒരു ആണിക്ക് മുകളിൽ ഒരു കമ്പി ചുറ്റിയിട്ട് ആ കമ്പിയുടെ രണ്ടറ്റത്തും ബാറ്ററി കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കമ്പി ഒരു മാഗ്നറ്റിക് പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയാണത് മാറിയത്? ഈ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ബാറ്ററിയിൽ നിന്നും ഉണ്ടാവുകയും ഈ കറണ്ട് ഫ്ലോ ഈ കോയിലിലൂടെ ചുറ്റിയ ഭാഗത്തോടെ കടന്നു പോയപ്പോൾ അതൊരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഉണ്ടാവുകയും ആ ഫ്ലക്സിൻ്റെ അകത്ത് ഈ കമ്പി അല്ലെങ്കിൽ ഈ ആണി ഇരുന്നത് കൊണ്ട് ഈ ആണിയും മാഗ്നറ്റായി മാറി. അപ്പോൾ N എന്ന് പറയുന്നത് ഈ കമ്പിയുടെ മുകളിൽ എത്ര ചുറ്റുകളുണ്ട്, കമ്പിയുടെ മുകളിൽ എത്ര ചുറ്റുകളുണ്ട്, അത് 10 ആകാം, 100 ആകാം, 200 ആകാം, 500 ആകാം, അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് N. എന്താണ് 51 എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന, അതായത് മാഗ്നറ്റിക് ഫ്ലക്സുകളെ കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, ഈ കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സുകളെ കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സുകളുടെ എണ്ണം, ഫ്ലക്സ് ലിങ്കേജുകളുടെ എണ്ണം, അതാണ് 51. 52 കട്ട് ചെയ്തത് കഴിഞ്ഞപ്പോൾ എത്ര ഫ്ലക്സ് ലിങ്കേജുകൾ ഉണ്ട്, അഥവാ ഫൈനൽ ഫ്ലക്സ് ലിങ്കേജസ്. അതായത് നമുക്കറിയാം ഒരു വ്യത്യാസം, നമ്മളൊരു ചേഞ്ച് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100ൽ നിന്ന് 50 കുറച്ചാൽ അല്ലെങ്കിൽ 100ൽ നിന്ന് 60 കുറച്ചാൽ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 40 എന്ന് പറയാൻ പറ്റണം. അതാണ് ഫൈനൽ ആയിട്ടുള്ള ഫ്ലക്സ് ലിങ്കേജുകൾ മൈനസ് ഇനീഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഫ്ലക്സ് ലിങ്കേജുകൾ. ഇപ്പോൾ ഒരു നമ്പർ ഓഫ് ടേൺ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 52 മൈനസ് 51 എന്ന് പറഞ്ഞാൽ മതി. കാരണം N ഈസ് ഈക്വൽ ടു 1. അപ്പോൾ N ഈസ് 2 or 3 or 100 or 1000 എന്തുമാകാം. അതുകൊണ്ട് അതും കൂടെ ഇവിടെ കൗണ്ട് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് അവസാനം ഫൈനൽ ആയിട്ടുണ്ടായിരുന്ന ഫ്ലക്സ് ലിങ്കേജുകളുടെ എണ്ണം മൈനസ് ഇനീഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഫ്ലക്സ് ലിങ്കേജുകളുടെ എണ്ണം. അതാണ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. നമ്മൾ ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMFനെ കുറിച്ച് പറയുന്നത് ഫാരഡേയുടെ സെക്കൻഡ് ലോയെ വെച്ചിട്ടാണ്. ഫാരഡേയുടെ സെക്കൻഡ് ലോ എന്തായിരുന്നു? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് എന്നുള്ളതാണ്. നമ്മളിവിടെ ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് മാത്രമേ എടുക്കുന്നുള്ളൂ, റേറ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് ഫൈനൽ മൈനസ് ഇനിഷ്യൽ ഫ്ലക്സ് ലിങ്കേജുകളുടെ ഫൈനൽ ഫ്ലക്സ് ലിങ്കേജസ് N52, N51 is the initial flux linkages. ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? N52 മൈനസ് 51, 100 മൈനസ് 60 എന്ന് പറയുന്ന പോലെ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം 5 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് കൊണ്ട് എന്തോരം ചേഞ്ച് വന്നു, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ നമുക്ക് സമയം കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് അതായത് ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. സോ ഇൻഡ്യൂസ്ഡ് EMF is directly proportional to change of flux linkages with respect to time. That is mean by rate of change of flux linkages. ഇവിടെ രണ്ടിടത്തും N കോമൺ ആയതുകൊണ്ട് N പുറത്തേക്ക് എടുത്തു. ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു N into 52 minus 51 divided by T. This much of voltages. അപ്പോൾ taking the constant of proportionality as unity, E is equal to N
ഇൻറ്റു d5/dt. എന്താണ് d5/dt? ഇവിടെ φ2 മൈനസ് φ1/t, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. d5/dt, ദ റേറ്റ് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മൾ dy/dx എന്ന് പറയുന്ന പോലെ തന്നെ d5/dt, rate of change of flux linkages with respect to time. So this is the equation which gives the induced EMF in a conductor as per the Faraday's second law of electromagnetic induction. അടുത്തതായിട്ടുള്ള ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അടുത്ത ഇതെന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് എന്ന് പറയുന്നത്? നമ്മൾ ഈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു റൂളാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ റൈറ്റ് ഹാൻഡ് റൂൾ സേസ് ദാറ്റ് whenever we are actually it is used to find out the direction of induced EMF in a conductor, and it says that if we are stretching out the right hand, first finger, second finger and the thumb at right angles to each other, similar to the XYZ axis, if the first finger points to the direction of magnetic field, the thumb in the direction of motion of the conductor, then the second finger points the direction of induced EMF. നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഈ ഒരു മിഡിൽ ഫിംഗർ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഒഴുകുന്ന ഡയറക്ഷനാണ് കാണിക്കുന്നത്. നോർത്ത് പോൾ ടു സൗത്ത് പോൾ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ, നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഇത് ഡയറക്ഷൻ ഓഫ് ദ കണ്ടക്ടിങ് വയർ വിച്ച് ഈസ് മൂവിങ്. അതായത് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഇവിടെ നിന്ന് താഴ്ത്തുന്ന മുകളിലേക്കാണ് എങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ അത് ഒഴുകുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ളത്. നിങ്ങളിത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. താങ്ക് യു. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്, ലേൺ വെൽ. താങ്ക് യു.